ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 12 വെള്ളിയാഴ്ചയാണ്. US മാർക്കറ്റുകൾ ബുധനാഴ്ച വലിയ രീതിയിൽ തന്നെ ഒരു ഇടിവിലേക്ക് പോയി. എന്നാൽ വ്യാഴാഴ്ച ഒരു റിക്കവറിയും US മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഈ ഒരു ശക്തമായ തിരിച്ചുവരവിനെ സഹായിച്ചത് ടെക് സെക്ടർ തന്നെയായിരുന്നു. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് ഉയർത്തിയിരിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. എന്നിരുന്നാലും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഒരു 140 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഒത്തിരിയേറെ സ്റ്റോക്ക് ന്യൂസുകളും മറ്റുള്ള വാർത്തകളിലേക്കും പോകാനുണ്ട്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ കുറച്ച് വാർത്തകളാണ് ആദ്യം നോക്കുന്നത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2025 സാമ്പത്തിക വർഷത്തിൽ 7% വളർച്ച കൈവരിക്കുമെന്ന് പ്രവചിച്ചു. ഇത് നേരത്തെ ഫോർകാസ്റ്റ് ചെയ്ത 6.7% നിന്നും വളരെ കൂടുതലാണ്. വർദ്ധിച്ച നിക്ഷേപ ആവശ്യകതയും ഗ്രാമീണ സാമ്പത്തിക പുരോഗതിയുമാണ് ഈ വളർച്ചയ്ക്ക് കാരണം. പ്രത്യേകിച്ച് പൊതു സ്വകാര്യ മേഖലകളിലെ നിക്ഷേപക ഡിമാൻഡ്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ഉപഭോക്തൃ ആവശ്യം മെച്ചപ്പെടുത്തുന്നതിനൊപ്പം വളർച്ചയെ നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രധാന വികസിത സമ്പദ് വ്യവസ്ഥകളിലെ മന്ദഗതിയിലുള്ള വളർച്ച കാരണം ഫിനാൻഷ്യൽ ഇയർ 2025 കയറ്റുമതി കുറയുമെന്നും ഫിനാൻഷ്യൽ ഇയർ 2025 മെച്ചപ്പെടുമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. ധാരാളം റേറ്റിംഗ് ഏജൻസികളാണ് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് കൂട്ടുന്നത്. കഴിഞ്ഞ മാർച്ച് 14 ഫിച്ച് ഇന്ത്യയുടെ ഗ്രോത്ത് 6.5 നിന്നും 7% വർദ്ധിപ്പിച്ചിരുന്നു. വളരെ നല്ല വാർത്തകൾ തന്നെയാണ് ഇന്ത്യൻ എക്കോണമിയെ സംബന്ധിച്ച്. മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യയിലെ EV വിൽപ്പനയിൽ 66% വർധനവാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഒരു റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. കൂടാതെ ടെസ്ല പോലുള്ള വിദേശ വാഹന നിർമ്മാതാക്കളെ ആകർഷിക്കുന്നതിനായി ഇന്ത്യ ചില EV മോഡലുകളുടെ ഇറക്കുമതി നികുതി കുറച്ചിട്ടുണ്ട് എന്ന വാർത്തയും നമ്മൾ ഷെയർ ചെയ്തിരുന്നതാണ്. ഇപ്പോഴിതാ ഏപ്രിൽ 22 ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ എലോൺ മസ്ക് ഇന്ത്യ സന്ദർശിക്കാൻ പദ്ധതിയിടുന്നു. നിക്ഷേപ പദ്ധതികളെക്കുറിച്ചും ഇന്ത്യയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും മസ്ക് ഒരു പ്രഖ്യാപനം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഒരു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, രാജ്യത്തെ ഏറ്റവും വലിയ IT സേവന കമ്പനി ഏപ്രിൽ 12 അതായത് ഇന്ന് അതിന്റെ ത്രൈമാസ കണക്കുകൾ പ്രഖ്യാപിക്കും. ഇതോടുകൂടി നമ്മുടെ റിസൾട്ട് സീസൺ കൂടി ഇവിടെ കൊടിയേറുകയാണ്. ഇനി റിസൾട്ടുകൾ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ നയിക്കാൻ പോകുന്നത്. മറ്റൊരു കമ്പനി ഭാരതി ഹെക്സാകോം ആണ്. ടെലികോം ഓപ്പറേറ്ററായ ഭാരതി എയർടെലിന്റെ അനുബന്ധ സ്ഥാപനം ഏപ്രിൽ 12 NSEയിലും BSEയിലും അരങ്ങേറ്റം കുറിക്കും. അടുത്തത് മഹാരാഷ്ട്ര സീംലെസ്, കേസിംഗ് തടസ്സമില്ലാത്ത പൈപ്പുകൾ വിതരണം ചെയ്യുന്നതിനായി കമ്പനിക്ക് ONGCയിൽ നിന്നും 674 കോടി രൂപയുടെ ഒരു പുതിയ ഓർഡർ ലഭിച്ചു. അടുത്ത കമ്പനി ക്യാംസ് ആണ്. കമ്പ്യൂട്ടർ എയ്ഡ് മാനേജ്മെന്റ് സർവീസസ്, ഒരു ഓൺലൈൻ പേയ്മെന്റ് അഗ്രിഗേറ്റായി പ്രവർത്തിക്കാൻ കമ്പനിക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഒരു അംഗീകാരം ലഭിച്ചു എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത. മറ്റൊരു കമ്പനി മെട്രോപോളിസ് ഹെൽത്ത് കെയർ ആണ്. കമ്പനി അതിന്റെ ഓവറോൾ റവന്യൂവിൽ Q4ൽ ഏകദേശം 10% വർധനവുണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നു. കൂടാതെ കോർ ബിസിനസ് റവന്യൂവിൽ 15% വർധനവുണ്ടാകും എന്നും അവർ കമ്പനി അറിയിച്ചു. ഇനി ഇന്ന് F&A സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചീനി മിൽസ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഹിൻഡ് കോപ്പർ, ഐഡിയ, ഇന്ത്യ സിമെന്റ്, നാഷണൽ അലുമിനിയം, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇനി എല്ലാ ദിവസമുള്ള നമ്മുടെ റെഗുലർ ആയിട്ടുള്ള പ്രീ മാർക്കറ്റ് സെഷൻ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. മാത്രമല്ല രാവിലെ 10 മണി മുതൽ 3:30 വരെയാണ് യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനും അതുപോലെ നിങ്ങളുടെ ട്രേഡിൽ കൃത്യമായിട്ടുള്ള ഒരു ദിശാബോധം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു സെഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ലൈവ് കാണാൻ ശ്രമിക്കുക. മാത്രമല്ല നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് 22,753 111 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. FMCG, മെറ്റൽ, എനർജി സെക്ടറുകളാണ് ടോപ്പ് ഗെയിനേഴ്സായി മാറിയത്. നിഫ്റ്റി ഒരു റേഞ്ച് ബൗണ്ടിലായിരുന്നു ബുധനാഴ്ച ഉണ്ടായിരുന്നത്. ഡെയിലി ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ ഒരു പോസിറ്റീവ് ക്രോസ് ഓവറാണ് കാണിക്കുന്നത്. ഡെയിലി ബോളിഞ്ചർ ബാൻഡ് എക്സ്പാൻഡ് ചെയ്യുന്നത് പ്രൈസ് അപ്പർ ബാൻഡിലേക്ക് മൂവ് ചെയ്യുന്നതിനുള്ള ഒരു സാധ്യതകൾ തന്നെയാണ്. ഡൗൺ സൈഡിൽ പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുള്ളത് 22,650 മുതൽ 22,600 വരെയുള്ള ലെവലാണ്. അപ്സൈഡിലേക്ക് വന്നാൽ 22,800 പ്രധാനപ്പെട്ട ഒരു ലെവൽ തന്നെയാണ്. കൂടാതെ നിഫ്റ്റി ബുധനാഴ്ച 22,775 എന്ന പുതിയ ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിരുന്നു. അടുത്തത് ഡെയിലി ക്യാൻഡിൽ, അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അടുത്തത് മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ. ആദ്യം 22,300 കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 23,300 സ്ട്രൈക്കിലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്.
പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക് 21,800, അതിനുശേഷം 22,700 സ്ട്രൈക്കും അതിനുശേഷം 22,500 സ്ട്രൈക്കുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,200ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,500ഉമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും മതവ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 22,750 സ്ട്രൈക്കിൽ 667% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 95% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് ആ സ്ട്രൈക്കിലുണ്ട്. 22,700 സ്ട്രൈക്കിൽ പുട്ട് സൈഡിൽ 186% വർധനവ്, ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലും കാണുന്നത്. എന്നാൽ കോൾ സൈഡിൽ 42% ഇടിവ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് നടക്കുന്നത്. അടുത്തത് 22,800 സ്ട്രൈക്കിൽ 48% വർധനവുണ്ട്, ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 22% വർധനവാണുള്ളത്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം പുട്ട് സൈഡാണ് കുറച്ച് സ്ട്രോങ് എന്ന് കാണാം. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റ് ഒക്കെ വീക്കാണ്, അത് പ്രത്യേകം ഒന്ന് ആലോചിക്കേണ്ടതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 48,986 256 പോയിന്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. 49,000 എന്ന മാർക്ക് ക്രോസ് ചെയ്യാൻ സാധിച്ചു എന്നത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വലിയ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. 49,057 എന്ന പുതിയ ഓൾ ടൈം ഹൈയും ബാങ്ക് നിഫ്റ്റി ടച്ച് ചെയ്തിരുന്നു. 48,500 എന്നത് ഡൗൺ സൈഡിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാവാനും സാധ്യതയുണ്ട്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയുടെ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളാണ്. 49,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 50,000 സ്ട്രൈക്കിലും അതിനുശേഷം 49,500 സ്ട്രൈക്കിലുമാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിലുള്ളത്. ഇനി പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള സ്ട്രൈക്കുകൾ 49,000-ൽ ആദ്യത്തേത്, അതിനുശേഷം 48,500 സ്ട്രൈക്കിൽ, അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഇന്ത്യ വിക്സിലേക്ക് ഇന്ത്യ വിക്സ് തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഇടിയുകയുണ്ടായി. 5 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് ഇപ്പോൾ ഉള്ളത്. 11.11-ൽ 2.18% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്തത്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്ക് ആദ്യം നമ്മുടെ F&O സെഗ്മെൻറ്റിൽ ടാർഗറ്റ് ഹിറ്റായ സ്റ്റോക്കുകളിലേക്കാണ്. കോൾ ഇന്ത്യ 450 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 14.3-ലായിരുന്നു. ടാർഗറ്റ് 16 ആയിരുന്നു. 16.35 വരെ സ്റ്റോക്ക് അപ്പായി. നല്ല പ്രോഫിറ്റാണ് നമുക്ക് കോൾ ഇന്ത്യയിൽ ലഭിച്ചത്. 12%-ത്തിനടുത്ത് നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് പെട്രോനെറ്റ് ആയിരുന്നു. ഇൻട്രാഡേയിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. എൻട്രി എടുക്കുന്നത് 14.10 എന്ന നിലയിലാണ്. 17.85 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 26% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് കോൺകർ 930 CE ആയിരുന്നു. ഏപ്രിൽ 9-നായിരുന്നു 28-ൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. 32 ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. 34.10 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 17% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. ഇനി സ്വിംഗ് സെഗ്മെന്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകൾ ആദ്യം NMDC ഏപ്രിൽ 8-നായിരുന്നു നമ്മൾ എൻട്രി എടുക്കുന്നത്. 224-ലാണ് എൻട്രി എടുത്തത്. 243 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. 7.8% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഡാറ്റ പാറ്റേൺസ് ആയിരുന്നു. എൻട്രി എടുക്കുന്നത് 2710-ൽ ഇൻട്രാഡേയിൽ തന്നെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കാണ്. 3000 ആയിരുന്നു നമ്മുടെ ഇൻട്രാഡേ ഹൈ ആയി വന്നത്. ഏകദേശം 9%-ന് മുകളിലാണ് നമുക്ക് ഇൻട്രാഡേയിൽ മാത്രം പ്രോഫിറ്റായി കിട്ടിയത്. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് ഏജസ് ലോജിസ്റ്റിക്സ് ആയിരുന്നു. ഇൻട്രാഡേയിൽ നമ്മൾ 454-ലാണ് എൻട്രി എടുക്കുന്നത്. 472 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 3.9% നമുക്ക് പ്രോഫിറ്റായി ഈ സ്റ്റോക്കിൽ ലഭിച്ചത്. എല്ലാ ദിവസവും ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെൻറ്റിലേക്ക് ആദ്യം FIA ആക്ടിവിറ്റി. FIAs 2,778 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. 2 ദിവസത്തെ സെല്ലിങ്ങിന് ശേഷമാണ് അവർ ബൈയിങ്ങിലേക്ക് തിരികെ വരുന്നത്. DIs ആവട്ടെ 163 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. US മാർക്കറ്റുകളിലേക്ക് ബുധനാഴ്ച പണപ്പെരുപ്പം മൂലം US മാർക്കറ്റുകൾ വലിയ ഇടിവിലേക്കാണ് പോയത്. എന്നാൽ വ്യാഴാഴ്ച ടെക് ഓഹരികളിലെ ഒരു ഷാർപ്പ് റിക്കവറി US മാർക്കറ്റുകളിൽ ഒരു തിരിച്ചുവരവിന് കാരണമായി. ഡൗ ജോൺസ് 0.01% ഇടിഞ്ഞത്. നാസ്ഡാക്ക് 1.68% ഉയരുകയുണ്ടായി. S&P 500 0.74% ഉയർന്നുമാണ് ക്ലോസ് ചെയ്യുന്നത്. സ്റ്റോക്ക് സ്പെസിഫിക് ന്യൂസിലേക്ക് വന്നാൽ ആപ്പിൾ വലിയ നേട്ടമുണ്ടാക്കി. പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫോക്കസ്ഡ് ചിപ്പുകൾ ഉപയോഗിച്ച് മാക് ഉൽപ്പന്നങ്ങൾ മാറ്റാനുള്ള ഐഫോൺ നിർമ്മാതാക്കളുടെ പദ്ധതികൾ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തതോടെ ഐഫോൺ ഏകദേശം 4.3% ഉയരുകയുണ്ടായി.
ഇന്നലെ ടെക് സെക്ടർ തന്നെയാണ് വലിയ നേട്ടമുണ്ടാക്കിയത്. ആപ്പിളിന് ശേഷം എൻവിദിയ 4.1% ഉയരുകയുണ്ടായി. ആമസോൺ 1.7% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇപ്പോഴും സെൻട്രൽ ബാങ്ക് വർഷാവസാനത്തിന് മുൻപ് 3 നിരക്കുകൾ കുറയ്ക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഫെഡ് പ്രസിഡന്റുമാരുടെ ചില പ്രസ്താവനകൾ കൂടി നോക്കാം. ന്യൂയോർക്ക് ഫെഡ് പ്രസിഡന്റ് ജോൺ വില്യംസ് പറഞ്ഞത് അടുത്ത കാലയളവിൽ പണനയം ക്രമീകരിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. കൂടാതെ വിലനിർണ്ണയ സമ്മർദ്ദം ലഘൂകരിക്കുമെന്ന് സെൻട്രൽ ബാങ്കിന് ഇതുവരെ വിശ്വാസമില്ലെന്ന് റിച്ച്മൗണ്ട് ഫെഡ് പ്രസിഡന്റ് തോമസ് ബാർക്കിൻ പറയുകയുണ്ടായി. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു അത്. ഇന്നലെ US നിന്നും പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ പ്രതീക്ഷിച്ചതിലും സോഫ്റ്റർ ആയിട്ടാണ് പുറത്തു വന്നത്. പ്രൈസ് ഗ്രോത്ത് കൂൾ ഓഫ് ആകുന്നു എന്നാണ് ഈ ഡാറ്റ സൂചിപ്പിക്കുന്നത്. പക്ഷേ മറുവശത്ത് US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.58 ഉയർന്നു. ഡോളർ ഇൻഡെക്സ് 105 ഉയർന്നു. 105.3 ഇപ്പോൾ എത്തി നിൽക്കുന്നത്. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 0.36% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. വിപ്രോ 0.18% ഉയർന്നു ക്ലോസ് ചെയ്തു. ബാങ്കിങ് സൈഡിലേക്ക് വന്നാൽ ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്തത്. HDFC ബാങ്ക് 0.79% ഇടിഞ്ഞപ്പോൾ ആക്സിസ് ബാങ്ക് 0.31% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്തത്. മേക്ക് മൈ ട്രിപ്പ് 0.81% നേട്ടത്തിലും ഡോക്ടർ റെഡ്ഡി 0.18% നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.11% നേട്ടത്തിലും, S&P 500 0.03% നേട്ടത്തിലും, നാസ്ഡാക്ക് 0.06% നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റുകൾ ഇടിവിൽ തന്നെയായിരുന്നു. UK മാർക്കറ്റ് FTSE 0.47% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.27% ഇടിഞ്ഞപ്പോൾ ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.79% ഇടിഞ്ഞത്. സ്റ്റോക്ക് 600 0.4% ഇടിവും രേഖപ്പെടുത്തി. മറ്റൊരു വാർത്തയുള്ളത് യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് വ്യാഴാഴ്ച തുടർച്ചയായ 5ാമത്തെ മീറ്റിംഗിലും പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തി. എന്നാൽ ഭാവിയിൽ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതകൾ ECB തള്ളിക്കളയുന്നുമില്ല. ഇന്നലെ അവിടെ എല്ലാ സെക്ടറുകളും റെഡിലായിരുന്നു ക്ലോസ് ചെയ്ത്. പ്രത്യേകിച്ച് ബാങ്കിങ് സെക്ടർ 2.4% വലിയ ഇടിവാണ് ഉണ്ടാക്കിയത്. ടെലികോം സെക്ടർ 2.1% ഇടിവുമുണ്ടാക്കി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.01% നേട്ടത്തിലാണ്. CAC 0.01% ഇടിവിലും, FTSE 0.01% തന്നെ നേട്ടത്തിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിൽ ഫോക്കസിലുള്ളത് ചൈനീസ് മാർക്കറ്റ് തന്നെയാണ്. അവിടെ നിന്നും ട്രേഡ് നമ്പേഴ്സ് വരാനുണ്ട്. റോയിറ്റേഴ്സ് പോൾ ചെയ്ത സാമ്പത്തിക വിദഗ്ധർ കയറ്റുമതി വർഷം തോറും 2.3% കുറയുമെന്നാണ് പ്രവചിക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,667 എന്ന നിലയിലാണ്. 112 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മാർക്കറ്റിൽ 140 മുതൽ 150 പോയിന്റ്സിൻ്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിനാണ് സാധ്യതയുള്ളത്. ഓപ്പൺ ചെയ്ത മറ്റു മാർക്കറ്റുകളിൽ നിക്കി മാർക്കറ്റ്, ജപ്പാൻ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് 0.27% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ സിംഗപ്പൂർ മാർക്കറ്റ് 0.02% ഇടിവിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.08% ഇടിവിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് വ്യാഴാഴ്ച ഇടിയുകയുണ്ടായി. പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകളാണ് ഇടിവിന് കാരണമായത്. ഇപ്പോൾ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് 90.36 എന്ന നിലയിലാണ്. 0.16% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. WTI ഇപ്പോൾ ഉള്ളത് $85.69 പെർ ബാരൽ എന്ന നിലയിൽ 0.79% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ ബിസിനസ് സ്റ്റാൻഡേർഡ്, മണി കൺട്രോൾ, മിൻറ്റ് തുടങ്ങിയ സൈറ്റുകളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.